സോ നമ്മുടെ ഡി എമ്മിലും അതേപോലെ സ്റ്റോറീസിൽ നമ്മൾ ഈ ആസ്ക് ദ മെൻറ്റർ ക്വസ്റ്റ്യൻ ആൻസർ സെഷനൊക്കെ വെക്കുമ്പോൾ മോസ്റ്റ്ലി വരുന്ന പൊതുവേ ഒരുപാട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, കുഞ്ഞുങ്ങൾ എത്ര വയസ്സ് തൊട്ട് റീഡ് ചെയ്ത് തുടങ്ങണം, അല്ലെങ്കിൽ ഈ ഒരു റീഡിങ് എബിലിറ്റി എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലെ റീഡിങ് ഏത് വയസ്സ് തൊട്ട് ഒരു കുട്ടി റീഡ് ചെയ്ത് തുടങ്ങണം എന്നുള്ളതിനെ പറ്റി ഒരു ഓവർവ്യൂ കൊടുക്കാൻ പറ്റും. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിപ്പോൾ 2 വയസ്സ് അല്ലെങ്കിൽ 1 വയസ്സ് 1.5 കഴിയുമ്പോഴത്തേക്കിനൊക്കെ പല കുട്ടികളും ഈ ആൽഫബറ്റ്സ് ഒക്കെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങുമല്ലോ, ABC എന്നൊക്കെ പറഞ്ഞു. ഈ സമയം തൊട്ട് തന്നെ ആക്ച്വലി പിന്നെ പേരൻസിനൊക്കെ പെട്ടെന്ന് പഠിപ്പിക്കണം, വായിപ്പിക്കാൻ പഠിക്കും. കാരണം കുട്ടികളെ ABC ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞല്ലോ. അപ്പം അത് ഡെഫിനറ്റ്ലി പേരൻസിനൊരു ഇതുണ്ടാവും. കൂടെ ഇന്നൊരു കൺസ്യൂമറൈസ് ചെയ്യപ്പെടുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഭയങ്കരമായിട്ട് ഏർലി റീഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ന്യൂസ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ചില സ്കൂൾസ് തന്നെ 2 ഇയേഴ്സ് 2.5 ഇയേഴ്സ് 3 ഇയേഴ്സിലൊക്കെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതൊരു ശരിയാണോ, പ്രാക്ടീസ് ആണോ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് നമ്മൾ നോക്കിയാൽ മതി. ഡേവിഡ് എൽകൈൻഡിൻ്റെ ഒരു ബുക്കുണ്ട്, ദ ഹറീഡ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ട്. അതിൽ മുമ്പ് ഇതേ പ്രശ്നത്തെ ഇങ്ങോട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്, കുട്ടികളെ ഹറി ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ റീഡിങ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളൊന്ന് ഫണ്ടമെൻ്റലി മനസ്സിലാക്കണം എന്താ റീഡിങ് എന്ന്. റീഡിങ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് അൺനാച്ചുറൽ പ്രോസസ്. ബ്രെയിനിൻ്റെ ഒരു സൈഡും ഡെഡിക്കേറ്റഡ് ആയിട്ടില്ല റീഡ് ചെയ്യാൻ വേണ്ടി. റീഡിങ് ഹ്യൂമാനിറ്റിക്ക് റീഡിങ് കിട്ടിയത് ഓൾമോസ്റ്റ് ഒരു മിറക്കിളാണ്. എങ്ങനെയാണ് ഇവർക്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് എ മിറക്കിൾ ലൈക്ക് ആക്ച്വലി ഹൗ വി അക്വേർഡ് ദ എബിലിറ്റി ടു റീഡ്. അപ്പം നമ്മളൊരു സുമേറിയൻ സ്ക്രിപ്റ്റിൽ നിന്ന് ഇങ്ങനെ ആ ലെവലിൽ നിന്ന് വന്ന്, അല്ലെങ്കിൽ നമ്മളൊരു സിമ്പിൾസിൽ നിന്ന് വന്ന് സ്വരങ്ങൾക്ക് രൂപങ്ങൾ കൊടുക്കുകയാണല്ലോ, ആ അല്ലെങ്കിൽ ക എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് രൂപങ്ങൾ കൊടുക്കുകയാണല്ലോ. ഇതൊരു ഭയങ്കര അൺനാച്ചുറൽ പ്രോസസ്സാണ്. കാരണം ഇറ്റ് ഇൻവോൾവ്സ് ഇപ്പം ബ്രെയിനിൻ്റെ പിന്നെ വിഷ്വൽ സെൻസിങ് ഏരിയ ഉണ്ട്, ഓഡിറ്ററി, അതിൻ്റെ സൗണ്ട് ചെവിയിൽ കേൾക്കണം, അതേപോലെ തന്നെ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റണം, അതിൻ്റെ കൺസെപ്ഷ്യലൈസ് ചെയ്യാൻ പറ്റണം, ലിംഗ്വിസ്റ്റിക്കായി അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഡിഫറെൻ്റ് ആയ ഏരിയാസ്. അപ്പോൾ ഈ ഓരോ ഏരിയാസിനും ബ്രെയിനിൻ്റെ ഡിഫറെൻറ്റ് എന്താ പറയുക പാർട്സ് വർക്ക് ചെയ്യണം ഈ ഓരോ കാര്യത്തിനും. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ ഒരു കോമ്പിനേഷനാണ് റീഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മുടെ ബ്രെയിനെ നമ്മൾ ആ ലെവലിലേക്ക് എത്തിക്കുകയാണ്. അപ്പം എസ്പെഷ്യലി അവിടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഇപ്പം ഒരു 5 ഇയേഴ്സൊക്കെ അടുക്കുമ്പോഴേക്കും തന്നെ ഒരു കുട്ടിക്ക് പല ഇൻഡിപെൻഡൻ്റ് ആയ പാർട്ട് ഓഫ് ബ്രെയിൻ വിൽ ബി ഡെവലപ്ഡ് ഇൻ സം വേ. അപ്പോൾ ആ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ന്യൂറോണിൻ്റെ മുകളിൽ മൈലിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൈലിൻ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന വൺ ഓഫ് ദ മോസ്റ്റ് കണ്ടക്റ്റിംഗ് എലമെൻ്റ് ആണ് ഇത്. ഈ മൈലിനെ ഷീറ്റ് ചെയ്യപ്പെടൽ കവർ ചെയ്ത് വരിക എന്ന് പറയുന്ന പ്രോസസ്സിലാണ് ഓരോന്നും തമ്മിൽ കൊളാബറേറ്റ് ചെയ്ത് ബ്രെയിനിൻ്റെ പാർട്സ്, ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനാണ്. ഇത് ഓരോന്നും ഡിഫറെൻറ്റ് ടൈമിലാണ്. ഇപ്പോൾ ഒരു ഓഡിറ്ററി ഡെവലപ്മെൻ്റ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു പ്രീ നാറ്റൽ 6 months, ഒരു ഗർഭാവസ്ഥയിൽ തന്നെ 6 മാസത്തിൽ തുടങ്ങും. അതേപോലെ തന്നെ പിന്നെ ഇപ്പം ഒരു വിഷ്വൽ എബിലിറ്റീസ് ജനിച്ചതിന് ശേഷം ഒരു 6 months തന്നെയൊക്കെ സംഭവിക്കും. ഇങ്ങനെ മൾട്ടിപ്പിൾ ഭാഗങ്ങളാണെങ്കിലും ഇത് തമ്മിൽ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട ആക്സിയോൺ എന്നൊക്കെ പറയുന്ന അത്തരം സംഗതികൾ നടക്കുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് 5 ശേഷമാണ്, അല്ലെങ്കിൽ ഒരു 6 to 7 ഇയേഴ്സിലാണ്. അപ്പോൾ ഇത് പഠിച്ച, അല്ലെങ്കിൽ ഇതിൽ റിസർച്ച്, ഇപ്പോൾ ബിഹേവിയർ ന്യൂറോളജിയിലൊക്കെ പഠനങ്ങൾ നടന്ന ആളുകൾ, എസ്പെഷ്യലി I forget the person's name. There is a behavioral. They came with actually they did an experiment. അവർ എക്സ്പെരിമെൻ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ they conducted ഇങ്ങനെ യൂറോപ്യൻ ലാംഗ്വേജസിൽ, പല യൂറോപ്യൻ ലാംഗ്വേജസിലും കുട്ടികളെ ലേറ്റായിട്ടും ഏർലി ആയിട്ടും പഠിപ്പിച്ചു. ഏർലി ആയി പഠിക്കുന്ന കുട്ടികളെ ഇറ്റ്സ് അഡ്വേഴ്സ്ലിയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് കുട്ടികളുടെ ബ്രെയിൻ ബയോളജിക്കലി അവരുടെ ബ്രെയിൻ റെഡി ആകുന്നതിന് മുമ്പ് അവർക്ക് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക എന്ന് പറയുന്ന ആ പരിപാടി ഉണ്ടല്ലോ. അവരുടെ എബിലിറ്റി ടു റീഡ്, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് ടു റീഡ്, അവരുടെ മോട്ടിവേഷൻ ഇതിനൊക്കെ നമ്മളിങ്ങനെ അടിച്ച് തകർക്കാണ്. അവർക്ക് റീഡിങ്ങിനുള്ള ബ്രെയിൻ റെഡിയായി വരുമ്പോഴേക്കും അവർ റീഡിങ് വെറുത്തിട്ടുണ്ടാവും. അപ്പം ഇത് കുറച്ചും കൂടെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മറിയാന വൂൾഫ് എന്ന് പറഞ്ഞ ഈ റീഡിങ്ങിൽ തന്നെ വേൾഡിലെ വൺ ഓഫ് ദ എക്സ്പേർട്ട്, അല്ലെങ്കിൽ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ടാണ് മറിയാന വൂൾഫ്. അവരവരുടെ പുസ്തകത്തിൽ പ്രോസ്റ്റ് ആൻഡ് സ്ക്വിഡിൽ പറഞ്ഞു വെച്ചൊരു കാര്യമാണ്. അവർ തന്നെ നടത്തിയൊരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ച്. അതായത് അവരുടെ എക്സ്പെരിമെൻറ്റിൽ അവർ ഐഡൻറ്റിഫൈ ചെയ്തത്
ബോയ്സിന് ഫോർ സം റീസൺ, അതും ഈ ആക്സൽ ഡെവലപ്മെന്റിന്റെ റീസൺ അല്ല, എന്തുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല, അങ്ങനെ ന്യൂറോൺസ് ബോയ്സിന് ഇറ്റ് മേ ബി ആക്ച്വലി 1 or 2 year ലേറ്റ് ആയിരിക്കും ഇത് ഈ ഷീറ്റിങ് നടക്കാൻ. ആക്ച്വലി ഈ കണ്ടക്ഷൻ എല്ലാം കൂടെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടി ലേറ്റ് ആയിരിക്കും ആക്ച്വലി. അപ്പം പക്ഷെ ഒരു 8 years ഒക്കെ കഴിയുമ്പോഴേക്കും ബോയ്സും ഗേൾസും സെയിം ലെവൽ ഓഫ് റീഡിങ്. വെൻ കിഡ്സ് ഗ്രോ അപ്പ് ഈ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ വെൻ ദേ ആർ സ്മോളർ ഇത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ വളരെ ഏർലി ലെവലിൽ കുട്ടികളെ റീഡിങ്ങിലേക്ക് കൊണ്ടുപോയാൽ ഉണ്ടാവുന്ന പ്രശ്നം, ദേ ഹേറ്റ് റീഡിങ് ബിക്കോസ് ഇറ്റ് ഈസ് ബയോളജിക്കലി നോട്ട് പോസിബിൾ. ഇപ്പം നമുക്ക് പറ്റാത്തൊരു കാര്യം, ദ ഫസ്റ്റ് ഡേ എന്നെ കൊണ്ടൊരു 100 kg പൊക്കാൻ പറഞ്ഞാൽ ഐ എം നോട്ട് ട്രെയിൻഡ്, പറ്റുമോ? ഇല്ല. ഇപ്പം നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ടല്ലോ, അപ്പൊ ജിമ്മിൽ പോകുമ്പോൾ ഫസ്റ്റ് ഡേ സംബഡി ഗീവിങ് 100, ഞാനത് നിർത്തിയിട്ട് പോകും. ദ സെയിം വേ യുവർ ബ്രെയിൻ, ദ കിഡ്സ് ബ്രെയിൻ ഈസ് നോട്ട് റെഡി അറ്റ് 2.5 years. അപ്പൊ അവിടെ കൊണ്ടിട്ട് അതിനെ പൊക്കാൻ നോക്കിയാൽ സിംപിളി ദേ വിൽ ഫെയിൽ. മോർ അഡ്വേഴ്സ്ലി അഫക്റ്റിംഗ് ബോയ്സ്. അപ്പൊ ഇതിപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കാണണമെങ്കിൽ യു ആസ്ക് എനി സ്കൂൾ, അവിടെ ബോയ്സ് ആണോ ഗേൾസ് ആണോ, ഹൂ ഔട്ട് പെർഫോം ഹൂം ചോദിച്ചു കഴിഞ്ഞാൽ നൗ ദർ ഇസ് എ ഡ്രാസ്റ്റിക് ഔട്ട് പെർഫോമൻസ് ബൈ ഗേൾസ്. തീർച്ചയായും മെനി റീസൺസ് ഉണ്ട് അതിൽ ഒരു റീസൺ ബോയ്സിനെ ഏർലി തന്നെ അവരെ വായന വെറുപ്പിക്കുക എന്നുള്ളതാണ്. സോ ഡോണ്ട് ഹറി, വി ഡോണ്ട് വാണ്ട് ഹറീഡ് ബാഡ് ചൈൽഡ്, ഓർ ഹറീഡ്, നോട്ട് ബാഡ് ഈസ് നോട്ട് ദ ബെസ്റ്റ് വേർഡ്, ഹറീഡ് എന്താ പറയുക, പ്രോപ്പർലി ട്രെയിൻഡ് അല്ലാത്ത കുട്ടികളല്ല വേണ്ടത്. പ്രോപ്പർ ടൈമിൽ give them the time, yes, and they will start reading.